നമ്മളിപ്പോൾ പത്തനംതിട്ടയിലേക്ക് പോകുന്നു. പത്തനംതിട്ട കോന്നിയിൽ വാഹനാപകടത്തിൽ മരിച്ചവർക്ക് കണ്ണീരോടെ വിട നൽകാൻ നാട്. മത്തായി ഈപ്പൻ, മകൻ നിഖിൽ ഈപ്പൻ, ഭാര്യ അനുവിന്റെ പിതാവ് ബിജു ജോർജ് എന്നിവരാണ് ഞായറാഴ്ചയുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത്. അനുവിന്റെ വീട്ടിൽ മൃതദേഹം എത്തിച്ചപ്പോൾ വൈകാരിക രംഗങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. 8 മണി മുതൽ പൂങ്കാവ് പള്ളിയിൽ പൊതുദർശനം നടക്കും. പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ 1 മണിയോടെയായിരിക്കും സംസ്കാരം. അല്ലമീൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അനുവിന്റെ വീട്ടിൽ നിന്നും. അല്ലമീൻ, അനുവിന്റെ വീട്ടിൽ സന്തോഷമുണ്ടാകേണ്ടിയിരുന്ന നിമിഷങ്ങളാണ്. കാനഡയിലേക്ക് പോകും മുമ്പ് ധാരാളം ബന്ധുവീടുകളിൽ പോകേണ്ടത്. ഇതേ കല്യാണം നടന്ന ഇടവകയിലേക്ക്, പള്ളിയിലേക്ക് അനുവിൻ്റെയും നിഖിലിൻ്റെയും അവരുടെ പപ്പമാരുടെയും മൃതദേഹം എത്തുമ്പോൾ സ്വാഭാവികമായും ഒരു നാടിനും ബന്ധുക്കൾക്കും താങ്ങാൻ കഴിയില്ല. വൈകാരികമായ രംഗങ്ങൾക്കാണോ അനുവിന്റെ വീട് സാക്ഷ്യം വഹിച്ചത്? അല്ലമീൻ, അരുൺകുമാറോട് സംശയവുമില്ല. കാരണം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സന്തോഷം നിറഞ്ഞ ഒരു വീട്ടിലേക്കാണ് ഇന്ന് ദുഃഖം നിറഞ്ഞ, കണ്ണുനീർ നിറഞ്ഞ ഒരു സങ്കടക്കടലായി മാറുന്നത്. അനുവിന്റെ വീട്ടിലേക്ക് അനുവിന്റെയും അതുപോലെ തന്നെ നിഖിലിന്റെയും, അനുവിന്റെ അച്ഛന്റെയും ഒക്കെ മൃതദേഹം അവിടേക്ക് എത്തിച്ചു. നമ്മളിപ്പോൾ നിൽക്കുന്നത് നിഖിലിന്റെ വീട്ടിലെ ആണ് അരുൺകുമാർ. ഇപ്പോൾ നിഖിലിന്റെ വീട്ടിലേക്ക് അല്പസമയത്തിനകം അനുവിന്റെയും നിഖിലിന്റെയും മൃതദേഹം എത്തിക്കും. ബിജുവിന്റെ മൃതദേഹം മാത്രമായിരിക്കും ഇനി അദ്ദേഹത്തിന്റെ വീട്ടിൽ തുടരുക. നിഖിലിന്റെ വീട്ടിൽ നിഖിലിന്റെയും അതുപോലെ തന്നെ അച്ഛൻ മത്തായി ഈപ്പന്റെയും ഭാര്യ അനുവിന്റെയും മൃതദേഹം ഇനി ഇവിടേക്ക് അല്പസമയത്തിനകം കൊണ്ടുവരും. ഇപ്പോൾ അനുവിന്റെ വീട്ടിൽ നിന്ന് അനുവിന്റെയും അതുപോലെ തന്നെ നിഖിലിന്റെയും മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് അവിടെ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് വീട്. 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ദൂരപരിധിയിലാണ് ഈ 2 വീടുകളും സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് അല്പസമയത്തിനകം കൊണ്ടുവരും. 8 മണിയോടുകൂടി ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ, 4 പേരുടെയും മൃതദേഹങ്ങൾ പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചാണ് ശുശ്രൂഷ കർമ്മങ്ങളും മറ്റും നടക്കുക. കഴിഞ്ഞ 30-ാം തീയതി ഇതേ പള്ളിയുടെ അൾത്താരയിൽ വെച്ചിട്ടാണ് നിഖിലും അനുവും കൈപിടിച്ച് വർണ്ണമാല്യം ചാർത്തി ജീവിതയാത്ര ആരംഭിച്ചത്. സന്തോഷത്തോടു കൂടിയുള്ള ജീവിതയാത്ര ആരംഭിച്ച അവർ പ്രണയിച്ച് കൊതുതീർന്നിരുന്നില്ല. ഒരുമിച്ച് ജീവിച്ച് അവരുടെ കൊതി അവസാനിച്ചിരുന്നില്ല. അതിനു മുൻപ് മരണം അവരെ തട്ടിയെടുക്കുമ്പോഴും അവർ ഒരുമിച്ച് ആ യാത്രയും പോയി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അല്പസമയത്തിനകം ഇവിടേക്ക് കൊണ്ടുവരും. അനുവിൻ്റെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്നപ്പോൾ അനുവിൻ്റെ അമ്മയുടെയും അതുപോലെ സഹോദരനും മറ്റു ബന്ധുക്കളുമൊക്കെ ആർത്തലച്ച് കരയുന്ന ദൃശ്യങ്ങളും അത്തരം വൈകാരിക നിമിഷങ്ങൾക്കും തന്നെയാണ് ആ വീട് സാക്ഷിയായത്. ഇപ്പോൾ അനുവിൻ്റെയും അതുപോലെ തന്നെ നിഖിലിൻ്റെയും മൃതദേഹം നിഖിലിൻ്റെ വീട്ടിലേക്ക് എത്തിക്കുമ്പോഴും സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയായിരിക്കും. നിഖിലിൻ്റെ അമ്മ സാലിയൊക്കെ ഈ വിദേശത്തായിരുന്ന മകൻ, കാനഡയിലായിരുന്ന മകൻ വിവാഹത്തിന് വേണ്ടി ഇവിടെ വന്ന് വിവാഹം കഴിഞ്ഞ ആ ഒരു സന്തോഷത്തിൽ, മകൻ വന്ന സന്തോഷം, മകൻ്റെ വിവാഹ സന്തോഷം, അങ്ങനെ പലവിധ സന്തോഷങ്ങളിൽ ആ അമ്മയും അതുപോലെ തന്നെ ആ 2 കുടുംബങ്ങളും കഴിഞ്ഞു പോവുകയായിരുന്നു. അതിനിടയിലാണ് അവർക്കിടയിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായി ഈ മരണം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. വിവാഹം നടക്കുന്നു. വിവാഹത്തിന് ക്ഷണിച്ച അതിഥികൾ ഒരുപാടുണ്ടായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച അനുവിൻ്റെ ജന്മദിനമായി. സ്വാഭാവികമായും അത് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്ന കുടുംബം. വരുന്ന 27-ാം തീയതി ഡിസംബർ 27-ന് നിഖിലിൻ്റെ ജന്മദിനമായിരുന്നു. അത് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതിനുശേഷം ജനുവരി പകുതിയോടുകൂടി ഇരുവരും ഒന്നിച്ച് കാനഡയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷ സുദിനങ്ങൾ നിറഞ്ഞ ആ ഒരു നിമിഷങ്ങൾക്ക് സാക്ഷിയായിക്കൊണ്ടിരുന്ന നാട്ടുകാർ, കുടുംബക്കാർ, പള്ളി അംഗങ്ങൾ, ഇടവക അംഗങ്ങൾ, അവരൊക്കെയാണ് ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറ്റൊരു ദുരന്ത വാർത്തയിലേക്ക് ആ നാടെത്തുന്നതും അതിന് മുഖസാക്ഷികളായി, അതിനെല്ലാം സാക്ഷികളായി അവരൊക്കെ നിൽക്കുന്നതും. ഈ വീടിന് മുന്നിൽ ഒരു പന്തൽ ഉയർന്നിട്ടുണ്ട് അരുൺകുമാർ. നിഖിലിൻ്റെ വീടിന് മുന്നിൽ അവിടെ ആളുകൾക്ക് ഇരിക്കുന്നതിന് കസേരകൾ നിരത്തിയിട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് വിവാഹ പന്തൽ ഉയർന്ന വീടാണ്. 2 ആഴ്ച മുമ്പ് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് ഇരിക്കാനായി കസേരകളും മധുരവും ആഹാരവും ഒക്കെ നൽകി അവരൊക്കെ വരവേറ്റ സ്വീകരിച്ച വീടാണ്. അതിൻ്റെ പ്രവേശന കവാടമാണ്, ആ വീടിൻ്റെ മുൻഭാഗമാണ്. 2 ആഴ്ച മുമ്പും ഈ വീട്ടിൽ ഇതുപോലെ ആൾക്കൂട്ടമുണ്ടായിരുന്നു. അത് പക്ഷേ നിറഞ്ഞ സന്തോഷത്തോടെ സന്തോഷം പങ്കുവെച്ച്, വാരിപ്പുണർന്ന് ഓർമ്മകൾ പങ്കുവെച്ച് വളരെ ശബ്ദമയമായിരുന്നു, ആഘോഷ ലഹരിയിലായിരുന്നുവെങ്കിൽ ഇന്നും പന്തലുണ്ട്, ഇന്നും കസേരകൾ നിറഞ്ഞിട്ടുണ്ട്, ഇന്നും ആൾക്കൂട്ടമുണ്ട്. പക്ഷേ അവരുടെയൊക്കെ മുഖങ്ങളിൽ കനം വെച്ച മുഖങ്ങളുമായി അവർ നിൽക്കുകയാണ്. വീടിൻ്റെ മുന്നിൽ തന്നെ, ഗേറ്റിൻ്റെ മുന്നിൽ തന്നെ 4 പേരുടെയും ചിത്രങ്ങൾ വെച്ച് അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടൊരു ഫ്ലക്സ് ബോർഡ് ഉയർന്നിട്ടുണ്ട്. ഗേറ്റിൻ്റെ മറ്റൊരു ഭാഗത്ത് കറുത്ത കൊടി കെട്ടിയിട്ടുണ്ട്. അതിനൊക്കെ ചുവട്ടിൽ, അതിനൊക്കെ കീഴിൽ കനം വെച്ച മുഖവുമായി ദുഃഖാർത്തരായി നിൽക്കുന്ന ബന്ധുക്കൾ, നാട്ടുകാർ, പള്ളിയിടവകയിലെ അംഗങ്ങൾ. ഈ പള്ളിയെ സംബന്ധിച്ച് ഈ പള്ളിയിൽ വെച്ചാണ് ഇരുവരും വിവാഹം കഴിച്ചതും അവരുടെ ആ പള്ളിയുടെ അൾത്താരയിൽ വെച്ചാണ് അവരുടെ വിവാഹ കർമ്മങ്ങളൊക്കെ നടന്നതും അവർ ജീവിതയാത്ര ആരംഭിച്ചതും. ഇത് മാത്രമല്ല 2 കുടുംബങ്ങളുടെയും ഇടവക കൂടിയാണ് ആ പള്ളി. ഇരുവരുടെയും കുട്ടിക്കാലം മുതലുള്ള, അനുവിൻ്റെയും നിഖിലിൻ്റെയും കുട്ടിക്കാലം മുതലുള്ള ഓർമ്മകൾ ഉറങ്ങുന്ന പള്ളി കൂടിയാണ്. പള്ളിയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇരുവരും സജീവമായിരുന്നു. 30-ാം തീയതി വിവാഹം കഴിഞ്ഞ് അതിനുശേഷം നടന്ന പള്ളിപ്പെരുന്നാളിൽ ഉൾപ്പെടെ സജീവമായി പങ്കെടുത്ത് അതിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചതിന് ശേഷമാണ് പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് അവർ മധുവിധു ആഘോഷിക്കുന്നതിന് വേണ്ടി മലേഷ്യയിലേക്ക് പോയത്. ആ പള്ളിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിഖിലിൻ്റെ സാന്നിധ്യവും അനുവിൻ്റെ സാന്നിധ്യവും ഒക്കെ ഉണ്ടായിരുന്നു. പള്ളിയിലെ കൊയർ സംഘത്തിൽ പാട്ടുപാടുന്നയാളായിരുന്നു
അനു. അങ്ങനെ എല്ലാ തരത്തിലും പള്ളിയുമായി ഇടവക പ്രവർത്തനങ്ങളുമായി നാടുമായൊക്കെ സഹകരിച്ച് സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന രണ്ടുപേർ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരാണ് ഈ അപ്രതീക്ഷിതമായ ഒരു യാത്ര പറച്ചിലിന് അല്ലെങ്കിൽ യാത്ര പറഞ്ഞ് വിടവാങ്ങിപ്പോകുന്നതിന് തയ്യാറെടുത്ത് കിടക്കുന്നത്. അവരെ യാത്ര അയക്കുന്നതിന് നാടൊന്നാകെ സാക്ഷിയായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നിഖിലും അനുവും മലേഷ്യയിലേക്ക് യാത്ര പോകുന്നതിനായി തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോകുമ്പോൾ നിഖിലിൻ്റെ ബന്ധു അമിതാണ് ഇവരെ കൊണ്ടുപോയത്, വിമാനത്താവളത്തിൽ കൊണ്ടാക്കിയത്. പിന്നീട് മടക്കി വിളിച്ചുകൊണ്ട് വരുന്നതിനും ഈ അമിത് എന്ന് പറയുന്ന ബന്ധുവിനെ തന്നെയായിരുന്നു ചുമതലപ്പെടുത്തിയിരുന്നത്. പക്ഷേ അവസാന നിമിഷമാണ് മത്തായി ഈപ്പനും അതുപോലെ തന്നെ ബിജു പി ജോർജും അനുവിൻ്റെയും നിഖിലിൻ്റെയും അച്ഛന്മാർ അവർ പോയി മക്കളെ കൂട്ടിക്കൊണ്ട് വരാമെന്നൊരു തീരുമാനത്തിലേക്ക് എടുത്തതും അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയതും. പക്ഷേ ആ യാത്ര മക്കളെയും കൂട്ടി മരണത്തിലേക്കുള്ളൊരു യാത്രയായി അത് മാറുകയായിരുന്നു. മക്കളെ രണ്ടുപേരെയും വിവാഹത്തിന് കൈപിടിച്ച് കൊടുത്ത് ഒരു കുടുംബ ബന്ധം ഉറപ്പിച്ച, ഒരു കുടുംബ ബന്ധം ആരംഭിച്ച ആ വീട്ടിലേക്ക് ബന്ധുക്കൾ വാഹനങ്ങളിൽ വന്നിറങ്ങുന്നുണ്ട് അല്ലേ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കല്യാണത്തിനായി ഇതേപോലെ വാഹനങ്ങളിൽ ബന്ധുവീടുകൾ വന്നിറങ്ങിയ വീട്ടിലേക്കാണ് ഇവരുടെ അന്ത്യയാത്രയ്ക്കായി ബന്ധുക്കൾ വന്നിറങ്ങുന്നത് അല്ലേ? വല്ലാത്ത വേദനിപ്പിക്കുന്ന കാഴ്ചയാണല്ലേ വീണ് അല്ലേ? ഒരു സംശയവുമില്ല അരുൺകുമാർ. കാരണം ഇതിനെല്ലാം ഒരു പരസ്പര ബന്ധമുണ്ട്. ഒന്ന് വിവാഹം, ഒന്ന് മരണം, ഒന്ന് സന്തോഷം, ഒന്ന് ദുഃഖം. അതിഥികൾ നേരത്തെയുമുണ്ട്, ഇപ്പോഴുമുണ്ട്. പന്തൽ ഉയർന്നിട്ടുണ്ട്, കസേരകളുണ്ട്, ആൾക്കൂട്ടമുണ്ട്, വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു 2 ആഴ്ച മുമ്പ് എന്തൊക്കെയാണോ ഇവിടെ കണ്ടത് അതിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. പക്ഷേ 2 സാഹചര്യങ്ങൾ എന്നുള്ളത് മാത്രമാണ്. ഒന്ന് സന്തോഷ നിമിഷങ്ങൾ, മറ്റൊന്ന് ഒരിക്കലും ആരും ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഒരു നിമിഷം. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. പള്ളിക്കാരെ സംബന്ധിച്ച്, കുടുംബക്കാരെ സംബന്ധിച്ചൊക്കെ. കാരണം 8 വർഷം ഇവർ പ്രണയിക്കുമ്പോഴും അത് കുടുംബക്കാർക്ക് അറിയാമായിരുന്നു. ആ പ്രണയത്തിനിടയിലും ഒരു ജീവിതം സുരക്ഷിതമാക്കിയതിന് ശേഷം വിവാഹത്തിലേക്ക് കടക്കാം അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ജീവിതം ആരംഭിക്കാം എന്നുള്ള അവരുടെ തീരുമാനം, ആ തീരുമാനത്തിനൊപ്പം കുടുംബക്കാരെ നിൽക്കുന്നു. അങ്ങനെ ജീവിതം ഒരു കൃത്യമായൊരു ദിശയിലേക്ക് വന്നല്ലെങ്കിൽ ഒരു ട്രാക്കിലേക്കായതിനു ശേഷം അവരുടെ സ്വപ്നം കണ്ട ഒരു സ്വന്തം ഒരുമിച്ചുള്ള ജീവിതത്തിലേക്ക് കടക്കുന്നു. അതിൻ്റെ സന്തോഷം, അതിന് പിന്നാലെയുള്ള പള്ളിപ്പെരുന്നാൾ, അതിൻ്റെ സന്തോഷം, അത് കുടുംബത്തിന് സന്തോഷം, പള്ളിക്കാർക്ക് സന്തോഷം, നാട്ടുകാർക്ക് സന്തോഷം, അതിന് പിന്നാലെ അവരുടെ ജന്മദിനം. അങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി സന്തോഷങ്ങൾ എണ്ണി കഴിഞ്ഞിരുന്ന 2 കുടുംബങ്ങളാണ്. അതിന് സാക്ഷികളായിരുന്ന നാട്ടുകാരാണ്, അതിന് ആശീർവാദം നൽകിക്കൊണ്ടിരുന്ന പള്ളി ഇടവകക്കാരാണ്. അവരൊക്കെയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത മറ്റൊരു ദുരന്ത വാർത്തയിലേക്ക് നാടും 2 കുടുംബങ്ങളും പോയി വീഴുമ്പോൾ അതിന് സാക്ഷികളായി നിൽക്കുന്നത് എന്നുള്ളതാണ്. ആളുകൾ വരിയായി കയറി വരുന്നുണ്ട്. കഴിഞ്ഞ ഒരുപക്ഷെ ഈ ഡിസംബർ 30 കല്യാണവുമായി ബന്ധപ്പെട്ട്, വിവാഹവുമായി ബന്ധപ്പെട്ട് ഈ ബന്ധുക്കളൊക്കെ വരുമ്പോൾ അവരെ ക്ഷണിക്കുന്നതിന് ഈ ഗേറ്റിന്റെ മുൻപന്തിയിൽ മത്തായിപ്പൻ ഉണ്ടായിരുന്നിരിക്കണം. ഒരു ഭാഗത്ത് നിഖിലീപ്പൻ ഉണ്ടായിരിക്കണം. അവരുടെ അമ്മ, നിഖിലിന്റെ അമ്മ സാലി മറ്റൊരു ഭാഗത്തുണ്ടായിരുന്നിരിക്കണം. അങ്ങനെ ഈ വന്ന അതിഥികളെയൊക്കെ കൈപിടിച്ച് തോളത്ത് തട്ടി ചാരത്തേക്ക് ചേർത്ത് നിർത്തി അവരെയൊക്കെ ക്ഷണിച്ച് വീട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുപോയ കുടുംബക്കാരാണ്. ആ മത്തായി ഈപ്പന്റെയും അതുപോലെ തന്നെ ആ മത്തായി ഈപ്പൻ ഇന്നിപ്പോൾ ചേതനയേറ്റ ശരീരമായി വീട്ടിൽ കിടക്കുന്നു. ഇതാ നിഖിലിന്റെ മൃതദേഹം നിഖിലിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അരുൺകുമാർ. നമുക്ക് ആംബുലൻസ് വരുന്ന ദൃശ്യങ്ങൾ കാണാം. അനുവിന്റെ വീട്ടിൽ നവവരനായി, അവിടുത്തെ മരുമകനായി, അവിടുത്തെ ഒരു മകനായി കയറി ചെന്ന നിഖിൽ ഇന്ന് ചേതനയേറ്റ ശരീരമായി ആ വീട്ടിൽ അവസാനമായി പോയിരിക്കുകയാണ്. ആ വീട്ടിൽ നിന്ന് ഒരു നവവധുവായി ഒരു പുതിയ പെണ്ണായി മംഗല്യം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി വന്ന അനു ഇന്നിപ്പോൾ അവസാനമായി മറ്റൊരു യാത്രയും ആ വീട്ടിൽ നിന്ന് നടത്തിയിരിക്കുകയാണ്. ഒരുമിച്ച് കാനഡയിലേക്ക് പോകാൻ തയ്യാറെടുത്തിരുന്ന ഇരുവരും മറ്റൊരു യാത്ര ഒന്നിച്ചു പോകുന്നു എന്നുള്ളതാണ്.